നല്ല പടം, നല്ല പടം. ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. നല്ല പടം. നന്നായിട്ടുണ്ടായിരുന്നു, നന്നായിരുന്നു. ഫാമിലി പടം. അവസാനം അവര് തമ്മിൽ ഒന്നിക്കണേന് എന്നാലേ മനസ്സിനൊരു തൃപ്തി വരുള്ളായിരുന്നു. കഥയൊക്കെ നല്ല കഥയൊക്കെയാണ്, കണ്ടിരിക്കാൻ സുഖമുണ്ട്. പക്ഷെ അവസാനം കൊണ്ട് തീർത്തത് അവര് തമ്മിൽ യോജിച്ചായിരുന്നെങ്കിൽ മനസ്സിനൊരു പ്രേക്ഷകർക്കൊരു സന്തോഷം കിട്ടും. അത് അതൊക്കെ സംഭവ കഥകളാണ്, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ കഥകളാണ്. മൂവിയാണ്. എന്താ പറയാ, ഇമോഷണലി എല്ലാവരും ടച്ച് ചെയ്യുന്ന, പ്രത്യേകിച്ച് പുരുഷന്മാരെ ടച്ച് ചെയ്ത് പോകുന്ന ഒരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ വാച്ച് ചെയ്യാം. നല്ല ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഭാഗ്യം. എല്ലാവരും കാണണം, നല്ല സിനിമയാണ്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്, ലൈക്ക് പറയാത്തൊരു സബ്ജക്റ്റ് അല്ലേ. ഭയങ്കര നല്ല നമുക്ക് നല്ലൊരു രസം. എനിക്ക് തോന്നുന്നു സൊസൈറ്റിനെ പറ്റി സംസാരിക്കുന്ന ഒരു മൂവിയാണ്. ആരുടെ പക്ഷമൊന്നും അല്ലല്ലോ, നല്ല മൂവി. ചെയ്തുകൊണ്ട് ആദ്യത്തെ സിനിമ തന്നെ ഇത്ര ഭയങ്കര രസമാവും. ലൈക്ക് ഫസ്റ്റ് മൂവിയല്ലേ ഡയറക്ടറിന്റെ, പക്ഷെ നല്ല രസം. അതിന്റെ ചെറിയൊരു ഭാഗമാവാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും പുരുഷന്മാർക്കുള്ള, കാരണം പുരുഷന്മാർക്ക് വേണ്ടി ഇതുവരെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഇത് ഉള്ളതുകൊണ്ട് ആൾക്കാർക്കെല്ലാം, പുരുഷന്മാർക്കെല്ലാം ഒരു സ്ത്രീകളൊന്ന് പേടിക്കും കേസൊക്കെ കൊടുക്കാൻ. കാരണം പുരുഷന്മാർ പോയാലും പോയിക്കൊണ്ട് പോലും മനസ്സിലാവും. മറ്റു സ്ത്രീകൾക്കൂടെ കൂടെ എപ്പോഴും നിൽക്കണം എല്ലാവരും വിചാരിക്കും. ഇത് നേരെ തിരിച്ചാ. ഇത് കണ്ട് പിന്നെ തീർച്ചയായും ഒരു കേസ് പോവുകയല്ലായിരുന്നു. ഈ കേസ് നേരത്തെ സിനിമ വരുമായിരുന്നെങ്കിൽ കുറെ കേസുകൾ പോവുകയല്ലേ, പേടിച്ച് പോവുകയല്ലായിരുന്നു. കള്ളക്കേസ് കൊടുത്തൊന്നും പോവുകയല്ല. അതെ, ഇപ്പൊ നമ്മുടെ പുറത്ത് കാണുന്ന സംഭവങ്ങൾ തന്നെയാണ് മൊത്തം. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന സംഭവങ്ങൾ തന്നെ ഇത്. പുറത്താരും പറയുന്നില്ലെന്നുള്ളൂ, അറിയുന്നില്ലെന്നുള്ളൂ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതല്ല ചർച്ച ചെയ്തത്. അതെ അതെ അത് നന്നായി ചെയ്തിട്ടുണ്ട്. അതെ 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 ശരിക്കും ഇങ്ങനത്തെ സബ്ജക്ട് ചെയ്യാൻ പറ്റിയ ഒരാൾ തന്നെയെന്ന് തോന്നൽ. ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ പടം ഇപ്പൊ കണ്ടിറങ്ങിയുള്ളൂ കേട്ടോ. ആസിഫ് ഖാന്റെ നല്ലൊരു മൂവ്മെന്റ് എന്ന് പറയാം. സത്യം പറഞ്ഞാൽ ലൈഫിൽ നമ്മളൊക്കെ ഒരുപാട് അനുഭവിക്കുന്നതാണ്. പെൺകുട്ടികളുടെ മാത്രമല്ല കേട്ടോ, എല്ലാ കോടതിയും ആണുങ്ങളുടെ ഇതും കൂടി പരിഗണിച്ചിട്ട് എല്ലാം രണ്ടു വശം കണ്ട് അതിനുള്ള എന്താണെങ്കിലും നടപടി എടുക്കണം എന്നാണ് നമ്മൾ. അത്രയും ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു നല്ലൊരു കണ്ടന്റ് ആണ് ആ ഡയറക്ടർ. എനിക്ക് പലപ്പോഴും പറയണമെന്ന് തോന്നിയിട്ടുള്ളതാണ്, പക്ഷെ സേതു സാർ ഇത് സിനിമയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് വ്യക്തമാക്കി തന്നു. അപ്പൊ നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ആനുകാലിക പ്രാധാന്യമുള്ള ഒരു കാര്യം ജനങ്ങളുടെ അടുത്ത് എങ്ങനെ കൺവേ ചെയ്യണം, അതിനെ നമുക്ക് സിനിമയിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളത് ഈ സിനിമയിലൂടെ നമ്മൾ വീണ്ടും പ്രൂവ് ചെയ്തു അല്ലേ. അപ്പോൾ എപ്പോഴും പുരുഷന്മാർ ആരും അവരുടെ ആ ഒരു വശം ആരും ചിന്തിക്കുന്നില്ല. ശരിക്കും സ്ത്രീധനം കൊടുക്കണ്ട എന്ന് പറയുമ്പോഴും വീട്ടുകാരറിഞ്ഞ് 100 പവൻ അങ്ങ് കൊടുത്തിട്ട് പിന്നെ അതിന്റെ പേരിൽ നമ്മുടെ 2-3 വർഷം മുമ്പ് ഒരു കുട്ടി LLBക്ക് പഠിച്ചൊരു കുട്ടി മരിച്ചു. അത് ന്യൂസ് പേപ്പറിൽ വായിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കുട്ടി മരിച്ചു സ്ത്രീധനത്തിന് പേരിൽ. നായർ കമ്മ്യൂണിറ്റി എന്നുള്ള 2 കുട്ടികളായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ വായിച്ചിട്ട് വിസ്മയ അല്ലേ. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യം. അപ്പൊ എന്തിനിങ്ങനെ സ്ത്രീധനം കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഓഫീസിൽ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച കാര്യമാണ്. അപ്പൊ എന്തായാലും ഇതുപോലൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. താങ്ക് യു.